നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹായവും നമ്മുടെ നടി വെളിപ്പെടേണ്ടതിനായി, ദൈവകൃപ നാം അനുഭവിക്കേണ്ടതിനായി ഈ പകൽ അവിടുത്തെ സാന്നിധ്യത്തിന്റെ കീഴായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പൊന്നുപാദത്തിൽ ഞങ്ങളെ തന്നെ കുറ്റമായി സമർപ്പിക്കുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസന, ഭൂമി അവിടുത്തെ പാദപീഠമാകുക. അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വരുവാൻ അവിടുത്തെ ഒരുക്കിയ അവസരങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടങ്ങളെല്ലാം അവിടുത്തെ ചിറകിന്റെ നടുവിൽ ഞങ്ങളെ സുരക്ഷമായി നിർത്തി അവിടുത്തെ അനുഗ്രഹങ്ങൾ നൽകി, അവിടുത്തെ നന്മകൾ നൽകി ഞങ്ങളെ നിലനിർത്തിയ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഈ വിശുദ്ധ ആരാധന ദിവസത്തിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിപ്പാൻ, മനസ്സിനോട് ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആളാപ്രതി അനുഗ്രഹിക്കണമേ. രോഗികളായി ക്ഷീണരായി ഭാരത്തോടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഹോസ്പിറ്റലിലെ വിവിധ അനുഭവങ്ങളിൽ ഇത് പകരം യാത്രയിലായി വിവിധ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവര് അവരുടെ ഞങ്ങളുടെ ആരാധനകൾക്ക് ഒരു ആശ്രയവും ഒരു ആശ്വാസവുമായി തീരുവാൻ ദൈവമടിയാക്കണമേ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഞങ്ങളുടെ മഹത്വത്തിനുവാണ്ടിയായി എല്ലാ നാമത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ അവിടുന്ന് മാത്രമാകിയ സ്തോത്രം. അവിടുന്ന് ആരാധനയാകിയ സ്തോത്രം. സ്തുതികളുടെ മീതെ വസിക്കുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നന്മ അനുഭവിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവടിയാകണം. ഇന്ന് പകരം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ മാറ്റമില്ലാത്ത സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവമടിയാകണമെന്ന് പ്രാർത്ഥിക്കും. തിരുനാമം ഞങ്ങളുടെ മഹിമപ്പെടണമേ. ദൈവം അത്ഭുതങ്ങളെ ആരെയും പരിസരവും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. എല്ലാവരും ഏകാഗ്രതയോടെ ഭയഭക്തി ബോധതയോടെ ദൈവകൃപയോടെ ഇരുപ്പാൻ ദൈവമടിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതിയും യേശുവിൻ നാമത്തിൽ തന്നെ. ആത്മീയ ഗാനങ്ങൾ വെച്ച് ജീവിതം തുടങ്ങി പ്രാർത്ഥന. സന്തോഷമാണ്. നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ നാം കടന്നു വന്നിരിക്കുകയാണ്. ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ടെന്ന് അറിയിച്ചത് ദൈവസാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയോട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് പാടി കർത്താവിനെ ആരാധിക്കാം. കരങ്ങളെ ചേർത്തടിച്ചാൽ
Thank you.
Jesus.
സങ്കീർത്തനം 40-ാം സങ്കീർത്തനം. നമുക്ക് ദിവസം എഴുന്നേറ്റ് 40-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച കർത്താവിനെ പാടി മുതലേറ്റാം. 40-ാം സങ്കീർത്തനം. 40-ാം സങ്കീർത്തനം. നിന്നോടൻ ദൈവമേ ചേരട്ടെ, നിന്നോട് ഞാൻ വരി എന്നാലുമേ ഗീതം എന്നുമേ നിന്നോട് ദൈവമേ, നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയിൽ
ദൈവമേ സങ്കീർത്തനം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. മൂന്നാം വാക്യം, അവന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. അഞ്ചാം വാക്യം, എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അതരങ്ങളെ ഞാൻ അലക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയില്ലേ. നിന്റെ ദൈവം സത്യനെ നിത്യം പരിപാലിക്കും. യഹോവേ, എന്നെ വിളിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. പതിനഞ്ചാം വാക്യം, നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാട് നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. വാക്യം ചേർന്ന് വായിക്കാം. ഞാൻ എങ്കിലും കർത്താവിനെ വിചാരി, നീ തന്നെ എന്റെ സഹായം വിളിക്കുന്നവരുമാണ്. എന്റെ ദൈവമേ, താമസിക്കരുത്. അവൻ നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയിക്കുന്നവൻ യഹോവ മഹത്വമെന്ന് പറയട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന പോലെ ഇന്ന് പകൽക്കാലം അവൻ ജീവകാലി വരുത്തുവാൻ നോക്കിയ ശത്രുവിന്റെ നടുവിൽ അകൃത്യങ്ങളാൽ നമ്മെ ദണ്ഡനങ്ങൾ ഉളവാക്കി നമ്മെ ദൈവകരുണ നമ്മളിൽ നിന്ന് മാറ്റിവിടുവാൻ തക്കവണ്ണ ശത്രു വെല്ലുവിളിയുയർത്തിയ അനുഭവത്തിന്റെ നടുവിൽ അവിടെ നമുക്ക് വേണ്ടി വിചാരപ്പെട്ട് അവിടുത്തെ സഹായവും വിടുതലുകളും നൽകി നമ്മെ ഇന്ന് പകൽക്കാലം വിശുദ്ധ സഭയിൽ കടന്നു വന്ന് ദൈവങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കഥാവക അവസരങ്ങളും വേദികളും ദൈവം നമുക്ക് ഒരുക്കിയതിനെ ഓർത്ത് നന്ദിയുടെ ഹൃദയത്തോട് കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പോൾ ആ ശക്തിയോട് ദൈവത്തിന് മഹത്വം കരയേറ്റാം. അഞ്ചാം വാക്യത്തിൽ പറയുക, നീ എന്റെ നാടുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എന്റെ ആയുസ്സിന് മുമ്പാകെ ഏതുമില്ലാതെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഏത് മനുഷ്യൻ കുറച്ച് 4 ശ്വാസമത്രേ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന പോലെ ഇന്ന് പകൽക്കാലം പുഴുവായ കൃമിയായ നമുക്ക് തതുല്യമായ നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവസന്നിധി കടന്നു വന്ന ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. ആ ദൈവത്തെ ഓർത്ത് ദൈവം കാണിച്ച കരുണയോർത്ത് നമ്മെ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഓരോ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കരയേറ്റാം. കരികിലിരിക്കുന്ന വിശുദ്ധ വേദസുത്താനം വെക്കാം. നിന്ന് ദൈവത്തെ ആരാധിപ്പാൻ കഴിവുള്ളിടത്തോളം ദൈവമക്കൾ നിന്ന് ദൈവത്തെ ആരാധിപ്പാൻ ശാരീരിക മുഴുവൻ നിങ്ങൾക്ക് അസാരണിരിക്കാം. എങ്കിലും ആരോഗ്യം പ്രാപിച്ച ദൈവമക്കൾ ദൈവം എനിക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ടെന്ന ബോധ്യതയോടെ ദൈവത്തിന്റെ കരകാണിച്ച് ചേർന്ന് പാടി ദൈവത്തെ ആരാധിപ്പാനിടയായിട്ട് സ്തോത്രം. Hey,
Amen.
ഇന്ന് പകരം സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. ദൈവം നമ്മുടെ നടുവിലുണ്ടല്ലോ. നമ്മളെല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോ ചുരുക്കം വാക്കുകൾ സഹോദരന്മാരെ പ്രതികരിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയായിരിക്കുമ്പോ ചുരുക്കം വാക്കുകളിൽ ആമേൻ 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 രചിച്ചാൽ കരവാടിൽ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞാഴ്ചകളിൽ ഞങ്ങളായിരുന്ന മണ്ഡലങ്ങളെല്ലാം അനർത്താപത്ത് കൂടാതെ മനസ്സിലായിരുന്നവരെക്കറിയും ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നതാവേ ഇതേ ചില ഭാരത്തിലൂടെ പ്രയത്നത്തിലൂടെ ആരാധന അവരുടെ ജീവിതത്തിന് അനുഗ്രഹവും വിടുതലുമായി പ്രാർത്ഥിക്കുന്നു. വ്യക്തികളെ ഏൽപ്പിക്കുന്നു, കുടുംബങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ ദൈവം സൂക്ഷിക്കണ കർത്താവേ പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ സാഹചര്യം ഇന്നത്തെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ കൃപാകുമാറാണ് പ്രാർത്ഥിക്കുന്ന അന്നത്തെ വചന ധ്യാനമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന് പ്രാർത്ഥിക്കുന്നു. വ്യക്തികളെ ഒരു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദൈവം ഈ അനുഗ്രഹമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ ഒരുമിച്ച് ദൈവസന്നിധി കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ കഴിഞ്ഞ ഒരാഴ്ചവട്ടങ്ങളെല്ലാം ദൈവം നമ്മെ ഭദ്രമായി സുരക്ഷിതമായി അവിടെ നമ്മെ നിലനിർത്തിയ ദൈവമേക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഗമനങ്ങളെ ആഗമനങ്ങളെയും ദൈവം സ്ഥിരമാക്കി ദൈവത്തിന്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മെ നിലനിർത്തിയ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 40-ാം സങ്കീർത്തനമാണ് നാം വായിച്ചത്. 40-ാം സങ്കീർത്തനം അതിന്റെ ഒരു വാക്യമാണ് ഇന്ന് പകരം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. 40-ാം സങ്കീർത്തനം നിങ്ങൾ ശ്രദ്ധിച്ച് 40-ാം സങ്കീർത്തനത്തിന്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കണം. 40-ാം സങ്കീർത്തനം 6, 7, 8 വാക്യങ്ങൾ വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 39, 40 വാക്യങ്ങൾ. അതിനകത്ത് ദൈവജന ശുശ്രൂഷ ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 6:39 മുതൽ 40 മറ്റൊരാൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ 40 മുതൽ 40-ാം സങ്കീർത്തനത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാം. ഹനനയാകും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകും പാപയാകും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അടുത്തത് എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ നിന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രിയപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 39, 40 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 39, 40 വാക്യങ്ങൾ. അവൻ എനിക്ക് തന്നത് ഒന്നും കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്ന് ആകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. സ്തോത്രം. എല്ലാവരും ഇനി ഇങ്ങോട്ട് നോക്കാം. സ്തോത്രം. ഈ 40-ാം സങ്കീർത്തനം പരിശോധിക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ ദാവീദ് കടന്നു പോകുന്നു. അതിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണമെങ്കിൽ എല്ലാം വിവരിക്കാൻ നമുക്ക് സമയമില്ല. 1 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 25 മുതൽ 29 വരെ വാക്യമാണ് ഈ ഒരു 40-ാം സങ്കീർത്തനത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായം 25 മുതൽ 29 വരെ വാക്യമാണ്. ആ പശ്ചാത്തലം അറിയാം. താന് ശൗലിനാൽ പിടിക്കപ്പെടുവത്തക്ക
മണ്ണിൽ ഈ ശൗല് തന്നെ വേട്ടയാടുന്ന ഒരു പ്രത്യേക സാഹചര്യം. അതിന്റെ നടുവിൽ ശൗൽ തന്നെ ഇങ്ങനെ പിന്തുടർന്ന് വരുമ്പോൾ ശൗലിന്റെ സേനാനായകരിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ പട്ടണം വന്ന് ശത്രു വളഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ദാവീദിനെ പിന്തുടരുന്നത് മതിയാക്കിയിട്ട് ശൗൽ തന്റെ സ്വന്തം ദേശത്തേക്ക് എന്ത് ചെയ്തു? മടങ്ങിപ്പോയി. ഈ പ്രതിസന്ധിക്കകത്ത് ദാവീദിൽ ദൈവം ചെയ്ത വിടുതലിനെ ഓർത്തിട്ട് ദൈവത്തിന് നന്ദി എത്തിക്കുക. കാരണം ശത്രു തന്നെ പിന്തുടർന്നെങ്കിൽ, തന്നെ ഇടപെടാതെ പിന്തുടർന്നാൽ തന്റെ ജീവൻ പ്രാണൻ ആര് വരുമെന്നുള്ള ചിന്ത തന്നെ ഉണ്ടായിരുന്നെങ്കിലോ, ശത്രു പിന്തുടരുമ്പോൾ ശത്രുവിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ദേശത്ത് ദൈവം ഒരു ഇടപാട് വെളിപ്പെടുത്തി ശത്രുവിനെ പിന്തിരിപ്പിച്ചു വിട്ടിട്ട് തന്റെ പ്രാണനെ ദൈവം ഉള്ളതുപോലെ ദൈവം നിർത്തിയ ആ ദൈവഭക്തി ഓർത്തു കഴിഞ്ഞപ്പോ ദൈവഭക്തൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 40-ാം സങ്കീർത്തനം. പകൽ ദൈവസന്നിധി കടന്നു വന്ന ദൈവമക്കളോട് ദൂതായി പറയട്ടെ, നിങ്ങളുടെ ലൈഫിനെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയാം. അത് എത്രയോ പ്രാവശ്യം ഇടവേളയില്ലാതെ പിന്തുടർന്ന് വന്ന ഇനി ഒരു രക്ഷയില്ല എന്ന് ജീവിതത്തിൽ ചിന്തിച്ച ചില സമയത്ത് എവിടെ ഒരു ശാന്തത കിട്ടുമെന്ന് ചിന്തിച്ച അനുഭവത്തിൽ, എങ്ങനെ ഒരു വിടുതൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് നീ ചിന്തിച്ച അനുഭവത്തിൽ, നീ അറിയാതെ എന്റെ പ്രശ്നത്തെ തിരിച്ചു മടക്കി വിട്ടിട്ട് പ്രശ്നത്തെ മടക്കി അയച്ച് നിന്നെ ദൈവം സ്വതന്ത്രനാക്കി വിട്ടില്ലേ? ഒരു വേട്ടക്കാരൻ പിന്തുടർന്ന് വന്നതുപോലെ നിനക്കെതിരെ പിന്തുടർന്ന് വന്ന പല സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ നീ അറിയാതെ പലതിനെ വഴുതി മാറ്റി വിട്ടത് ദൈവത്തിന്റെ കരുണയാണല്ലോ. അങ്ങനെ ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഇത് എന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ കരുണയാണ്. ദൈവം എനിക്ക് തന്ന നീക്കുപോക്കുകളാണ്. അതനുഭവിച്ചെന്ന് ഭക്തൻ പറയുന്നു. 40-ാം വാക്യത്തിൽ പറയുന്നു, വായിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. കണ്ടപ്പോ ഈ ശത്രു പിന്തുടർന്നപ്പോ തന്റെ നിലവിളി നിരയില്ലാത്ത വെള്ളത്തിന്റെ നടുവിലായിരുന്ന സാഹചര്യത്തിൽ ദൈവഭക്തൻ പറയാ, ഞാൻ എനിക്കൊരു പരിഹാരമാർഗമില്ലാതിരുന്ന സാഹചര്യത്തിൽ എന്റെ ദൈവത്തോട് ഞാൻ കാത്തിരുന്നു. എന്റെ നിലവിളിക്ക് എന്റെ ദൈവം ശ്രദ്ധ വെച്ച് കേട്ടു. കർത്താവിന്റെ സ്വതന്ത്രം ചെയ്താട്ടെ. ശക്തിയോടെ ദൈവത്തിന് മഹത്വകരട്ടെ. നിന്റെ ശബ്ദം കേൾക്കാൻ ആരുമില്ലാതിരിക്കുമ്പോ നിന്റെ നിലവിളി കേൾക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ വിളികൊണ്ട് അവരുടെ ദീർഘശ്വാസം നിമിത്തം അവർക്ക് വേണ്ടി രക്ഷയ്ക്കായി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കാത് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി കൂർപ്പിച്ച ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കും. ഞാൻ കാത്തിരിക്കും മാത്രമല്ല, അടുത്ത പദം എന്റെ സാഹചര്യം പറയാ, ഞാൻ കാത്തിരുന്ന എവിടെയാ, ഏത് അവസ്ഥയിലാണ് ഞാൻ കാത്തിരുന്നത്? ഞാൻ നാശകരമായ കുഴിയിലായിരുന്നു. അമ്മെന്ന് പറഞ്ഞാൽ എന്നെ ആർക്കും രക്ഷപ്പെടുന്നത്, എനിക്ക് കയറി വരാൻ കഴിയാതെ പൊട്ടക്കിണറ്റിൽ യോസേഫായിരുന്നപ്പോ പൊട്ടക്കിണറിന്റെ പ്രത്യേകത ഈ നമ്മുടെ കിണർ പോലാണോ? ആണോ? പൊട്ടക്കിണർ എന്ന് വിശേഷിപ്പിക്കുന്ന അതെങ്ങനെ കിണർ പോലാണോ? അല്ല. അതിന് ഒരു വശം ഒരിക്കലും ഒരു കയറി വരാൻ ഒരു സാധ്യത ഇല്ല. സ്തോത്രം. സ്വയമേ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കയറാനേ പറ്റത്തുള്ളൂ. അങ്ങനെ ആർക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയത്തില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നാശകരമായ കുഴി, ആർക്കും രക്ഷിപ്പാൻ കഴിയാതെ കിടന്ന കുഴിക്കകത്ത് ഞാനായിരുന്നപ്പോൾ, ആർക്കും എന്നെ വിടുവിക്കാൻ കഴിയാതിരുന്നപ്പോൾ നാശകരമായ കുഴിയിലും, അടുത്തത് കുഴഞ്ഞ ചേറ്റിലും അവനെന്നെ കയറ്റി എന്റെ കാലുകളെ പാറമേ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് പറയാ, ഭക്തന് പറയാൻ കഴിയും, ഇത് അത്ഭുതമാണ്, ഇത് അത്ഭുതമാണ്, ഇത് എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ദൈവം ചെയ്ത വിടുതലാണ്. കാരണം രക്ഷപ്പെടാൻ വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാനായിരുന്നു. നാശകരമായ കുഴികളും കുഴഞ്ഞ ചേറ്റ് എന്ന് പറഞ്ഞാൽ പുതയക്കണ്ടമാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ അത് നികന്ന് വന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ട് വെള്ളം കൊണ്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഒന്ന് നിനക്ക് പ്രസ് ചെയ്താൽ മതി, അടുത്ത കാലം കൂടെ എന്ത് ചെയ്യും? സ്വയമേ രക്ഷപ്പെടാം. കുഴഞ്ഞു പോയ ചില ചേറുപോലുള്ള ചില അനുഭവങ്ങൾ നിനക്ക് സ്വയമേ ഒന്ന് കാലും മൂന്നാൻ കഴിയാതെ രക്ഷപ്പെടാൻ കഴിയാതെ കിടന്ന ചില മേഖലകൾ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു. ചില കുഴഞ്ഞ ചേറ്റിൽ രക്ഷപ്പെടുത്തുവാൻ ആർക്കും കഴിയാതിരിക്കുന്ന ചില കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇന്ന് പദം ഇന്ന് പകൽ ശ്രദ്ധിച്ച നിന്റെ പ്രതീക്ഷ മാറ്റിട്ടിട്ട് നിന്റെ നാവിൽ ഒരു പാട്ട് തന്നു. ഈ കുഴഞ്ഞ ചേച്ചി കിടക്കുന്ന ഒരു പാട്ട് പാടാൻ പറ്റും?
പറ്റൂ? ഇല്ല. ആമേൻ. പക്ഷെ ദൈവം ദൈവസന്നി കാത്തിരുന്നവന് വേണ്ടി, ദൈവസന്നി വെയിറ്റ് ചെയ്തവന് വേണ്ടി ഉയർന്ന ചേറിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവം തട്ടനെ പുറത്തെടുത്തിട്ട് തന്റെ കാലിനെ ഒരു സ്ഥിരമായ ഒരു അനുഭവത്തിലേക്ക് നിർത്തി. തന്റെ കാലിനെ പാറമേൽ നിർത്തി. അടുത്ത ഭാഗം പറയുന്നു, എന്റെ ഗമനത്തെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ദൂത് പറയാ, നിന്റെ ഗമനങ്ങളെ സ്ഥിരമാക്കാൻ കഴിയാതെ കുഴഞ്ഞു കിടക്കുന്ന, നിന്റെ കാലടികൾ എങ്ങും എത്താൻ കഴിയാതെ കിടക്കുന്ന, അവൻ പ്രാർത്ഥിച്ചിട്ടും നിലവിളിച്ചിട്ടും ഇനി എനിക്ക് രക്ഷയില്ല എന്ന് നീ ചിന്തിക്കുന്ന ചില വിഷയങ്ങൾക്ക് പകൽക്കാലം ദൈവം നിന്റെ സമയത്തല്ല, കാത്തിരിക്കാൻ തയ്യാറായ യഹോവയെ കാത്തിരിക്കുന്നവ ശക്തിയെ പുതുക്കും. അവൻ കരികന്മാരെ പോലെ ചിറകടിച്ചു എന്ന് പറഞ്ഞപോലെ അവൻ ഇന്ന് കാണുന്ന ശത്രുക്കൾ മുൻപാകെ നിന്റെ കാലുകൾക്ക് സ്ഥിരത നൽകി ഗമനങ്ങളെ സ്ഥിരമാക്കിയിട്ട് ഉറപ്പുള്ള പാറമേൽ നിന്നെ നിർത്തി. ഇന്നലത്തെ സന്തോഷം അന്യപ്പെട്ടു പോയിടത്ത് നാവിൽ പുതിയ പാട്ട് നൽകിയതിനെ പുറത്തുകൊണ്ടുവരാൻ ദൈവ സർവശക്തനാണ്. സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തുന്ന ദൈവം വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും കൂടി ശ്രദ്ധിച്ചാട്ടെ. സ്ഥിതികൾക്ക് എന്താണ് വ്യത്യാസം വരുന്നത്? സ്ഥിതികൾക്ക് വ്യത്യാസം വന്നിട്ട് ഉറപ്പ് തന്നിട്ട് മൗനമായിട്ടിരിക്കാനല്ല, നിന്റെ നാവിൽ ഒരു പുതിയ പാട്ട് തരും. എന്താ ആ പാട്ടിന്റെ പ്രത്യേകത പറയാം? പാടുന്നത് ഞാൻ കുഴഞ്ഞ ചേറ്റിലായിരുന്നു, ഞാൻ നാശകരമായ അനുഭവത്തിലായിരുന്നു. പക്ഷേ എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ഞാൻ സ്വപ്നം കാണുന്നതിനെ പോലെ ആക്കി തീർത്തിട്ട് എന്റെ നാവി വിലാപമായിരുന്നു, എന്റെ നാവി നിലവിളിയായിരുന്നു. പക്ഷെ എന്റെ നാവിൽ ഇപ്പോ സന്തോഷം എന്റെ നാവിൽ തന്നിട്ട് എന്റെ ദൈവത്തിന്റെ സ്തുതി തന്നെ എന്ന് പാടാം. എന്റെ നാവിനെ ദൈവം ബലപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനം പറയുമ്പോൾ ഞാൻ ആത്മാവിന് ദൂത് പറയാ, ചിലരുടെ ജീവിതത്തിന്റെ നിലവാരങ്ങൾക്ക് ദൈവം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഇനി രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ്, ഇനി ആർക്കും എന്നെ വിടുതൽ നേടാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ്, എന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരാൻ ആർക്കും കഴിയത്തില്ലെന്ന് പറയുന്ന കുഴഞ്ഞു കിടക്കുന്ന കുഞ്ഞ് നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തിടത്ത്, അവൻ നിനക്ക് നിനകത്ത് വിടുതലെടുക്കാൻ കഴിയാത്തിടത്ത് നീ നിന്റെ അകത്ത് കിടന്ന് ചുഴറ്റുന്ന പോലെ, ഈ വ്യസനമാത്രമായി അകത്ത് കിടന്ന് വേദനപ്പെടുന്ന രണ്ടിനാൽ ഞെരുങ്ങുന്ന പോലെ ഞെരുങ്ങുന്ന ചില ജീവിതങ്ങളോട് ദൈവം പറയുന്നു, നിന്റെ ഗമനത്തെ സ്ഥിരമാക്കിയിട്ട് നിന്റെ നാവിനെ പുതിയ പാട്ട് നൽകും. അവൻ നിന്റെ സങ്കടത്തിന്റെ ഏറ്റടിച്ചു മാറ്റി നാവിൽ പുതിയൊരു പാട്ട് നൽകുന്നു. അത് ദൈവത്തിന്റെ പ്രവൃത്തി പറയാ. നിനക്കെതിരെ അവസരം ദൈവം പോവുകയോ നാമത്തിൽ. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി, നീ എന്റെ രട്ടടിച്ചു, എന്നെ സന്തോഷിപ്പിച്ചു. യഹൂദാചനം മുഴുവനും വിലാപത്തിന്റെ രട്ടുടുത്തവരാണ്. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഹാമാൻ വിളിച്ച കഴിമരത്തിന്റെ നടുവിൽ ആ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസനെ കടന്നു വന്നപ്പോ അവിടെ വിലാപത്തിന്റെ രട്ടടിച്ച് ദൈവത്തെ സന്തോഷിപ്പിച്ചു. ദൈവം ഈ ദൂത് പറയുമ്പോൾ ദൈവം ചിലരെ നോക്കി ആത്മാ പറയുന്നു, ദൈവത്തിന്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും, ദൈവത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും, നിന്റെ ജീവിത നിലവാരങ്ങൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് തന്നെ ചില ഉറവകളും ചില നിലനിൽപ്പിനുള്ള വഴികളും ദൈവം ചിലതിൽ വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. നിന്റെ പാട്ട് നാവിൽ ചില പുതിയ പാട്ട് പാടുന്ന നാവ് തുറന്ന് ദൈവത്തെ സന്തോഷിക്കാൻ കഴിയാതെ ആരാധനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ എവിടെയോ ഉള്ളിൽ ദുഃഖം തലം കെട്ടി കിടന്ന് ഒരു പരിഹാരപ്പെടാൻ കഴിയാത്ത ചില വിഷയമായി അടന്നു വന്നിരിക്കുന്ന ദേവിയ ദൈവം പറയുന്നു, നിന്റെ നാവിൽ പുതിയൊരു പാട്ട് വരും. സംഗീതക്കാരൻ പറയുന്നു, എന്താ സംഗീതക്കാരൻ ചോദിക്കാം, അങ്ങനെ സ്ഥിതി മാറാനുള്ള പോംവഴി എന്താ എന്ന് കണ്ടുപിടിച്ചത്. ഭക്തൻ പറഞ്ഞു, എന്റെ പ്രശ്നത്തിൽ ഉഴഞ്ഞ ചേച്ചി നാശകരമായ അവസ്ഥയിൽ ഞാൻ തത്രപ്പെട്ടു പോകാതെ ഒന്നാം വാക്യത്തുള്ള പറയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നത് കൊണ്ട് സമയമായപ്പോൾ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി പടിവാദിക്കൽ കിടക്കുന്ന മോർദെഖായി അതെ കായിക ബലം കൊണ്ടോ നിന്റേതായ കുറെ കാലമായി നീ ആ ദേശത്ത് എന്നതല്ലേ, നിന്റെ ശക്തി കൊണ്ട് ആ ദേശത്തിൽ ചില കാര്യങ്ങളൊക്കെ നിനക്ക് ചെയ്യാമല്ലോ. ഭക്തൻ പറയും, പരിഹാര മാർഗം അതല്ല, പ്രാർത്ഥന മാത്രമാണ്.
എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? താൻ ദൈവസന്നിധി രട്ടുടുത്തുകൊണ്ട് മോർദെഖായി പടിവാദിക്കൽ പ്രാർത്ഥനയോടെയായിരുന്നപ്പോ അവൻ ഏത് നിയമം കൊട്ടാരത്തിന്റെ അകത്ത് പാസാക്കിയോ 30 ദിവസമല്ലാതെ രാജാവിനെ കാണാൻ അനുവാദമില്ലാത്ത വിഷയത്തിൽ 3 ദിവസത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അകത്ത് ചലിക്കേണ്ടിടത്ത് ദൈവകരം ചലിച്ചു. അകത്ത് ദൈവകരം ഇടപെട്ടു. ഇന്ന് പകൽ നിനക്കെതിരെ അതിൽ വെച്ച് അതിർവരമ്പ് വെച്ച് നിയമം വെച്ച് നിയമങ്ങൾ വെച്ച് നിയമസംഹിതകൾ വെച്ചിട്ട് അവൻ നിനക്കെതിരെ അതിര് വരുമ്പോ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു ചില പ്രാർത്ഥനയുടെ അനുഭവങ്ങളിലേക്ക് ജനമേ അടുത്തു വരാൻ തയ്യാറായ ഇന്ന് പകൽക്കാലം 30 ദിവസത്തിന്റെ നിയമം പറഞ്ഞിടത്ത് 3 ദിവസത്തിന്റെ അകത്ത് ദൈവപ്രവർത്തി വെളിപ്പെടുന്നത് പോലെ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു ആണ്ടുകൾ കഴിയുന്നതിന് പ്രവർത്തി ചെയ്യിപ്പിക്കുന്നതാണ്. അവർ ദൈവാത്മ ചിലതര സ്ഥിതികൾക്ക് ഇരുന്ന സ്ഥിതികൾക്ക് ഇരുത്ത മേഖലയിൽ ഇരുത്തിയ മണ്ഡലത്തിൽ നിന്ന് കുരുടനെ എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പദ്ധതിയുണ്ട്. ഇങ്ങനെ സ്ഥിതിക്ക് വ്യത്യാസം വന്ന ഈ സങ്കീർത്തനക്കാരൻ അടുത്തൊരു തീരുമാനം എടുത്തു. ആ തീരുമാനമാണ് അടുത്ത വാക്യം വായിച്ചാലും എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ടു പോയി ആശ്രയിക്കും. ദൈവം ചെയ്ത വിടുതൽ കണ്ടപ്പോ പലർക്കും എന്തുണ്ടായി? ഭയമുണ്ടായി. നീ എന്ന് ഈ കുഴിയിലാ കിടക്കത്തുള്ളൂ, ഈ ചേച്ചിയുടെ നീ കിടക്കത്തുള്ളൂ, നിന്റെ തലമുറയ്ക്ക് ഒരു വഴി തുറക്കത്തില്ല. അത് നീ എന്ന് ഈ കുഴിക്കകത്ത് കിടന്ന് ഇങ്ങനെ നിന്റെ അഡ്രസ് കൊണ്ട് തീരാനാണെന്ന് ചിന്തിച്ച ജനം കാണുക അറിയാതെ നിന്റെ കാല് പൊങ്ങി. സ്ഥിതികൾക്ക് വ്യത്യാസം വന്നു. നിന്റെ ഉറപ്പുള്ള തലത്തിലേക്ക് നിർത്തിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ നോക്കി നിന്ന ജനം പറയാ കണ്ടിട്ട് ഭയം വന്നിട. നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് അവൻ ഉയരാൻ തുടങ്ങിയത്. ഇന്ന് മകൾക്ക് ദൈവത്തെ സേവിക്കുന്നവന്റെ വിടുതൽ ചിലർക്ക് ഭയമാണ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചവന്റെ കൂടാരത്തിൽ നടക്കുന്ന വലിയ പ്രവൃത്തികൾ ചിലതിന് കാണുമ്പോൾ അതിശയമാണ്. യേശുവിലൂടെ പല അത്ഭുതങ്ങൾ കവർന്ന ഹോമിൽ നൈൽ പട്ടണത്തിൽ വിടുതൽ സംഭവിച്ചപ്പോൾ ചുറ്റും നിന്ന ജനം വിസ്മയം പൂണ്ടു. ഇന്ന് പകൽക്കാലം തൂത് പറയാം, ദൈവത്തെ നിർമ്മല മനസാക്ഷിയുള്ള ദൈവത്തെ നീ ആരാധിച്ചാൽ നിന്റെ കുടുംബത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ദേശത്തിന് ഭയവും വിസ്മയം പൂണ്ടത്തക്ക നിലയിൽ ചില ദൈവ പദ്ധതികൾ ചില കൂടാരങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്താനുണ്ടെന്ന് ആത്മാവിന് പകൽ തൂത് പറയുമ്പോൾ അത് ആത്മാവ് ഏറ്റെടുക്കാൻ. അതിരുന്ന മറുപടി ജനത്തിന് ഭയം. ദൈവസനെ വെയിറ്റ് ചെയ്ത മറുപടി ജനത്തിന് വിസ്മയം. ഇന്ന് പകൽ വിസ്മയിക്കുമാറും ചില ഭയപ്പെടുമാറും ചില ദൈവ പദ്ധതികൾ ദൈവം ചില കൂടാരങ്ങൾക്കകത്ത് ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ ചില പദ്ധതികളുണ്ടെന്ന് എന്നോടൊപ്പം വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആ ദൈവത്തിന് മതത്തങ്ങളിലേക്ക് ആത്മാവിൽ നടക്കട്ടെ. അങ്ങനെ ദൈവസേന പ്രാർത്ഥിച്ച ദൈവമേറ്റൻ അടുത്ത കാര്യം പറയുകയാണ്. സ്തോത്രം സ്തോത്രം. 5-ാം വാക്യം വായിച്ചേ. 5-ാം വാക്യം. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു. ദൈവസന്നിധി സാക്ഷീകരിക്കാൻ ഒരു ദൈവ മറുപടി വെളിപ്പെട്ടു. കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടാനുള്ള ഈ പദ്ധതി എത്ര വലുതാണ്. രാത്രി പലപ്പോഴും പകൽ നീ പലപ്പോഴും ചോദിച്ചിട്ട് എനിക്ക് വേണ്ടി ആരും വിചാരപ്പെടുന്നതല്ലേ? പക്ഷെ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, വിചാരമില്ലാത്തവനെ അല്ല നീ ശ്രമിക്കുന്നത്, നിന്റെ കുടുംബത്തിലെ ഓരോ അംഗത്തിനു വേണ്ടി വിചാരപ്പെടുന്നവനാണ് എന്റെ ദൈവം. വടങ്ങി തിരുമാലയെ കാറ്റ് അഞ്ഞടിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നീ ഞങ്ങളെ ഓർത്ത് വിചാരമില്ലയോ? നിനക്ക് വിചാരമില്ലയോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന് വിചാരമില്ലായ്മയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം വാസ്തവമാണ്, നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ദൈവം ചില വഴികളെയും തുറന്നതാ. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, അവൻ നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, നിന്റെ വിചാരങ്ങൾക്കപ്പുറത്ത് നിന്റെ ചിന്തകൾക്കപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി വിചാരപ്പെട്ടിട്ടുണ്ട്. നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നിന്റെ പദ്ധതിയല്ല ദൈവത്തിന്റെ പദ്ധതി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വിചാരങ്ങൾ നിന്റെ നിലവുകൾക്ക് നിന്റെ ചിന്തകൾക്ക് അപ്പുറത്തും കരമായതാണ്, വിശാലമായതാണ്. അത് തിരിച്ചറിയുന്നവരെ കരമെത്തി കർത്താവിന്റെ സ്വന്തം. അങ്ങനെ ദൈവസന്നിധിയിൽ ദൈവത്താൽ വിടുതൽ പ്രാപിച്ച ഭക്തൻ അടുത്ത ഭാഗം 6-ാം വാക്യം ഇവിടെ വിഷയത്തിലേക്ക് വരികയാണ്. 6-ാം വാക്യം.
ഹോമയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. ആ. നീ ചെവികളെ എനിക്ക് നീ ചെവികളെ എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഭക്തൻ പറയാ, നീ എനിക്ക് ചെയ്ത വിടുതൽ, ദൈവം എനിക്ക് ചെയ്ത മഹത്വം, അതിന് പ്രത്യുപകാരമായിട്ട് ശ്രദ്ധിച്ചേ, പ്രത്യുപകാരമായിട്ട് ഞാന് എന്തെങ്കിലും കൊടുത്ത് ഒരു ഹനനയാഗം കഴിച്ച് ഹോമയാഗം കഴിച്ച് പ്രസാദിക്കുന്നവനല്ല എന്റെ ദൈവം. പകരം തൂത് പറയാം, ദൈവത്തിന്റെ വിടുതൽ പ്രാപിച്ച എല്ലാവരും തിരിച്ചറിയുന്ന വിഷയം. ദൈവത്തിന് അസാധാരണമായ വിടുതൽ കുടുംബങ്ങളാകട്ടെ വ്യക്തിപരമായിട്ടോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പറ്റി ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ ചെറിയ കുടുംബത്തെ പറ്റി ദൈവത്തിന് പദ്ധതിയുണ്ട്. കേവലം ഒരു നന്മ കൊടുത്ത് കർത്താവേ നീ ചെയ്ത ഉപകാരത്തിന് നന്ദി എന്ന് പറഞ്ഞ് പോകുന്ന പരിപാടിയല്ല നീ നിന്റെ ദൈവമുള്ള ബന്ധം. ചില നന്മക ദൈവത്തിന് കൊടുത്തിട്ട് കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ വളരെ നന്ദിയുണ്ട് കേട്ടോ, ഇരിക്കട്ടെ ഒരു കവർ എന്ന് പറഞ്ഞ് കൊടുത്തു പോകാനുള്ള ബന്ധമല്ല നീ നിന്റെ ദൈവമാണ് ബന്ധം. ഇത് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന് അതിന്റെ അകത്തല്ല പ്രസാദം. അത് ദൈവത്തിന് വേണ്ടി നീ കൈമാറിയെങ്കിലും, അത് ദൈവദാസന്മാർ കൈമാറിയെങ്കിലും അതിന് പ്രതിഫലം ഇവിടെ കൊടുത്തതിന് ദൈവം ഇവിടെ പ്രതിഫലം തരും. പക്ഷെ അതല്ല നീ ദൈവമുള്ള ബന്ധം. അത് കൊടുത്തിട്ട് അതിലേക്ക് പോകുന്ന പോക്കുമല്ല, അതിനപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി ദൈവം ചെയ്തതിനപ്പുറത്ത് അവൻ നീ ദൈവത്തെ ആരാധിക്കണം. ഈ ദൈവത്തെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? ഇവിടെ പറയാം, ഭക്തന്മാരെ തിരിച്ചറിഞ്ഞു, ഞാൻ കേവലം എന്റെ വിടുതലിന് വേണ്ടി ചില ആനന്ദയാഗം കഴിച്ചാൽ, ഹോമയാഗം കഴിച്ചാൽ അത് നിനക്ക് എന്ത് ചെയ്തില്ല, നീ ദൈവം ആഗ്രഹിച്ചില്ല. ഹലോ, കേവലം നന്മയിൽ പ്രസാദിക്കുന്നവരല്ല എന്റെ ദൈവം. ദൈവത്തിന് ആവശ്യം നിന്നെ കിട്ടണം. എത്ര മനസ്സിലാവുന്നു? സ്തോത്ര. അതുകൊണ്ടാണ് പറഞ്ഞത് കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ഒരു നാണയത്തുണ്ട് കൊണ്ടുവന്നിട്ട് പറയുകയാണ് യേശുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം അന്നത്തെ കാലത്ത് യേശുവിനെ വാക്കി കൊടുക്കുവാനും ഒക്കെ പല നിലയിൽ പരീക്ഷന്മാർ വന്നു. യേശുവിനെ ചോദിച്ചു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? അപ്പൊ യേശു ഈ കൈസർക്ക് കരം കൊടുക്കുന്നത് വേണമെന്ന് പറഞ്ഞാൽ ദൈവദൂഷണം പറഞ്ഞെന്ന് പറഞ്ഞാൽ അന്നത്തെ മതകോടതി അവനെ കുറ്റാരോപണം ചെയ്യും. ആകെപ്പാടെ 10 മിനിറ്റ് സ്വത്രം സ്വത്രം ഹല്ലേലൂയ. ദൈവദൂഷണം പറഞ്ഞെന്ന് പറഞ്ഞ അന്നത്തെ മതകോടതി എന്ത് ചെയ്യും? അവന്റെ വിധി കൽപ്പിക്കും. ആമേൻ. സ്വത്രം. നീ കൈസർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ രാഷ്ട്രീയ മേഖല കോടതികൾ കൊണ്ട് അവനെ വിധി കൽപ്പിച്ച് അകത്തൊതുക്കാം. രണ്ടിനാൽ നൽകുന്നത് പോലെ സ്വത്രം കൈസർക്ക് കരമൊരു വിഹിതമെന്ന് ചോദിച്ചപ്പോൾ യേശു എന്താ തിരിച്ചറിഞ്ഞു? യേശു പറഞ്ഞത് കൈസർക്കുള്ളത് ദൈവത്തിനുള്ളത്. അവരോട് പറഞ്ഞ നാണയം എടുക്കാൻ പറഞ്ഞു. ഇതിന്റെ ലേബലായ, ഇതിന്റെ മുദ്ര ആരുടെയാ? പറഞ്ഞു ഇത് കൈസറാ. കൈസന്റെ മുദ്ര എന്തിനാ എനിക്ക്? കൈസർക്കുള്ളത് എന്നാ ദൈവത്തിനുള്ളത്. എന്താണ് ദൈവത്തിനുള്ളത്? ദൈവത്തിനുള്ളത് ഇവിടുത്തെ ഏതെങ്കിലും മൃഗജാതിയല്ല. ദൈവത്തിനുള്ളത് ഇവിടുത്തെ ദൈവം സിദ്ധിച്ച മനുഷ്യൻ നൽകിയ ബുദ്ധിക്കൊത്തുള്ള സിദ്ധിക്കപ്പെട്ട സ്തോത്രം, മറ്റൊന്നുമല്ല. ദൈവത്തിന് പ്രസാദം, ദൈവത്തിന് ആവശ്യം നമ്മയാണ്. ഒരുമിച്ച് പറ, എന്നെയാണെന്ന് പറ. എന്നെയെന്ന് പറയണ്ട, നിങ്ങളെന്ന് പറ. ഞാൻ പറയും എന്നെയെന്ന്. ദൈവത്തിന് ആവശ്യം എന്നെയാണ്. നിങ്ങൾക്ക് തന്റെ ഇടത്തോട് പറയാം, നിങ്ങളെയാണെന്ന് പറയാം. ചങ്കത്തോട് കൈവച്ച് പറ, എന്നെയാണ് എന്റെ ദൈവത്തിന് ആവശ്യം. സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്നെ കിട്ടാതെ ദൈവത്തിന് ചിലത് വാരി എറിഞ്ഞിട്ട് കാര്യമുണ്ടോ? പറ. എന്നെ കിട്ടാതെ കുറെ നന്മ ദൈവത്തിന് വാരി എറിഞ്ഞിട്ട് എന്റെ ദൈവത്തിന് നാണയത്തുണ്ടിന്റെ അകത്ത് പ്രസാദിക്കുന്നവനല്ല എന്റെ ദൈവം. എന്റെ ദൈവത്തിന് ആവശ്യം നിന്റെ നാണയത്തുണ്ടിനപ്പുറത്ത് നിന്നിൽ പ്രസാദിക്കുന്നവനാണ്. എത്ര പേർക്ക് തൂത് മനസ്സിലാകുന്നു? അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു 50-ാം സങ്കീർത്തനം ശ്രദ്ധിച്ചേ. സങ്കീർത്തനം 50-ാം സങ്കീർത്തനം 50-ാം സങ്കീർത്തനം 50-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചേ. നിന്റെ ഹനനയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എന്റെ മുൻപാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്റെ വീട്ടിൽ നിന്ന് കാളയോ, 50-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ്. നിന്റെ തൊഴുത്തിൽ നിന്ന്
കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗവും ആ, പർവ്വതങ്ങളിലെ കാട്ടിലെ സകല മൃഗങ്ങളും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. വനങ്ങളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. അവയുള്ള പക്ഷികളെ മുഴുവനും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ അടുത്ത വടി വരയിട്ടോണം. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയില്ല. ശ്രദ്ധിച്ച ഒരു വാക്യം പറയാം. മനുഷ്യൻ കൊടുക്കുന്ന വസ്തുത കൊണ്ട് ജീവിതം പുലർത്തുന്നവനല്ല എന്റെ ദൈവം. ഇത്ര വലിയ ദൈവത്തെ ആരാധിക്കാൻ ശ്രേഷ്ഠതയില്ല. ഞാൻ കൊടുക്കുന്ന നന്മ കൊണ്ട് ജീവിതം പുലർത്തുന്നതല്ല ഞാൻ ആണോ ആണോ നമ്മൾ എന്ത് കൊടുത്താലും ജീവിതം ദൈവം പറയാ. വയലിലെ കാട്ടിലെ 1000 പക്ഷികളും എനിക്കുള്ളതാ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയില്ല. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ഞാൻ കാളയുടെ മാംസം തിന്നുമോ? കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കും. ഇന്ന് പകൽക്കാലം ഒരു ദൂത് പറയാം. ശ്രദ്ധിച്ചോ. ആമെ കാട്ടിലെയോ വയലിലെയോ പർവ്വതങ്ങളുടെ പശുജാലങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന് ഇതുവല്ല ആവശ്യം. കൊടുക്കുന്ന നന്മ കൊണ്ട് ജീവിതം പുലർത്തുന്നവനല്ല നിന്റെ ദൈവം. മറിച്ച് നിനക്ക് വേണ്ടതെല്ലാം തരുന്നവനാണ് നിന്റെ ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ സൃഷ്ടിച്ചൊരു ദൈവത്തെയല്ല ഞാൻ ആരാധിക്കുന്നത്. എന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ഞാൻ കാവൽ നിർത്തുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ ആരാധിക്കുന്നത്. ഞാൻ പ്രത്യേക കൂട് പണിതിട്ട് അതിന്റെ അകത്ത് നിന്ന് അന്ന് ഞാൻ സ്തോത്രം പറയാൻ വേണ്ടിയുള്ള ദൈവത്തെയല്ല ഞാൻ ആരാധിക്കുന്നത്. എന്നെ കാവൽ ചെയ്യുന്ന 24 മണിക്കൂർ 365 ദിവസവും എന്നെ പരിപാലനം ചെയ്യുന്ന ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ലെന്ന് പറഞ്ഞ പോലെ ഇന്ന് പകൽക്കാലം എന്നെ നിങ്ങളെ പരിപാലനം ചെയ്യുന്ന, ഞാൻ നിങ്ങൾ അശ്രദ്ധമായിരിക്കുമ്പോഴും ദൈവ സാന്നിധ്യം വിട്ടുപോകുമ്പോഴും എനിക്കും നിങ്ങൾക്ക് വേണ്ടി സുരക്ഷിതത്വം തരുന്ന ഒരു ദൈവത്തിലാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. അതുകൊണ്ട് പറ, എനിക്ക് എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. എങ്ങനെ പ്രസാദിപ്പിക്കണം? എന്റെ നന്മ കൊണ്ടല്ല, എന്റെ ശരീരം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒറ്റ ഫലം, ദൈവം നിങ്ങൾക്ക് തന്ന ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. പലരും പറയുന്നു അവിടുത്തെ ശരീരം, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് എവിടെ വസിക്കുന്നത്? ഒന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഈ ശരീരത്തെ നമ്മൾ നശിപ്പിക്കാൻ പറ്റുമോ? മദ്യം കൊണ്ട് നശിപ്പിക്കാൻ പറ്റുമോ? ഈ ലോകത്തിന്റെ നെഗറ്റീവ് വസ്തു കൊണ്ട് നശിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇത് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന, വേറെ ഒന്നിന് ഇരിപ്പടം കൊടുക്കാനുള്ളതല്ല ഈ ശരീരം. എന്റെ ശരീരം എന്റെ ദൈവത്തിന് വിശുദ്ധമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഓരോ ശക്തിയോടെ ദൈവത്തിന്റെ മഹത്വം കരയട്ടെ. അതുകൊണ്ട് ഇന്ന് ശ്രദ്ധിക്കണമേ, എനിക്ക് എന്റെ ദൈവത്തിന് കൊടുക്കാനുള്ളത് എന്റെ ശരീരമാണ്. സ്തോത്രം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 2 വാക്യങ്ങൾ എടുക്കുക. ആമോസ് പ്രവാചകന്റെ പുസ്തകം ആമോസ് 5:22, ആമോസ് 5:22, മറ്റൊരു മീക 6:7, മറ്റൊരു യെശയ്യാവ് 11:11. ഒരാൾ മീക 6:7, മറ്റൊരാൾ ആമോസ് 5:22, മറ്റൊരാൾ യെശയ്യാവ് 1:11. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല. ഞാൻ പ്രസാദിക്കുകയില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ കടാക്ഷിക്കുകയില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. നിന്റെ പാട്ടുകളുടെ സ്വരം എന്റെ മുമ്പിൽ നിന്ന് നീക്കുക. ശ്രദ്ധിച്ചൊരു ദൂത് അതിന്റെ അകത്തുണ്ട്. ഈ ദൈവസന്നിധി നമ്മെ സമർപ്പിക്കാതെ നമ്മൾ കൊടുക്കുന്ന ഒന്നിലും ദൈവം പ്രസാദിക്കുന്നില്ല. സ്തോത്രം. എത്ര പേര് ദൂത് മനസ്സിലാക്കുന്നു? സ്തോത്രം.
ദൈവത്തിന് പ്രസാദം ഇല്ലാതെ കിടന്ന് ഞാൻ പാട്ട് പാടിയാലും അന്യായ ഭാഷ പറഞ്ഞാലോ ഒന്നിനും ദൈവം എന്ത് ചെയ്യുന്നില്ല. മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? വിളകാൻ പറ്റും. മനുഷ്യനുണ്ട് കൊള്ളാം സൂപ്പർ എന്ന് പറയും. പക്ഷേ ദൈവം പറയാ നിന്റെ പാട്ടിനെ എന്റെ മുമ്പിൽ നീക്കം ചെയ്യാൻ. കാരണം അത് നിന്റെ ഹോമയകത്ത് ഞാൻ പ്രസാദിക്കുന്നില്ല. കാരണം എനിക്ക് പ്രസാദമായത് നിന്റെ ശരീരം ദൈവസന്നിധി വിശുദ്ധമാക്കി വെച്ചാൽ അതിനൊക്കെ ഞാൻ പ്രസാദിക്കുന്നത്. കരമേറ്റി കർത്താവിന് സ്വപ്നം ചെയ്താട്ട് 6:7 ആയിരം ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി ഉദരഫലത്തെ കൊടുക്കണമോ? മനുഷ്യ നല്ലത് എന്തെന്ന് പിന്നെ എന്ത് ചെയ്യണം? കുറെ നന്മ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. ദൈവം ഇഷ്ടം എന്താ തിരിച്ചറിയേണ്ടത് പദം? അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഇന്ന് പകൽ ശ്രദ്ധിച്ചോ, ദൈവം ചോദിക്കുന്നത് ഒന്ന് നമ്മുടെ ശരീരത്തെ വിശുദ്ധമാക്കണം. 2 ദൈവം നമ്മോട് ചോദിക്കുന്നത് താഴ്മയോടെ വിനയത്തോടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ന്യായതൽപരനായി നടക്കുന്നതാണ് ദൈവം പ്രസാദിക്കുന്നത്. എത്രപേര് ദൂത് മനസ്സിലാക്കുന്നുണ്ട്? ദൈവജനം കൂടെ സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക, ദൈവം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങളിലൂടെ ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്റെ ദൈവം പ്രതീക്ഷിക്കുന്നത് എന്റെ ശരീരത്തെ വിശുദ്ധമാക്കിയിട്ട് ന്യായവും നീതിയും നടപ്പിലാക്കത്തക്ക നിലയിൽ ദൈവകൃപയിലും പരിജ്ഞാനത്തിലും താഴ്മയിലും നിലനിൽക്കുക എന്നുള്ളത് നമ്മെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്വന്തം ചെയ്യട്ടെ. അടുത്ത വാക്യം യശയ്യാപ്രവാചകന്റെ 11. നിങ്ങളെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിനെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. മുട്ടാടുകളുടെ ഉള്ളിലുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. ശ്രദ്ധിച്ച്, ദൈവം വെറുക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ ദൈവസന്നിധി വിധേയപ്പെടാനും താഴ്മപ്പെടാനും ദൈവസന്നിധി ശരീരം വിശുദ്ധമായി കൊടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിയുടെയും ആരാധന ദൈവം പ്രസാദിക്കുന്നില്ല. വാക്യത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടോ? ദൈവം പ്രസാദിക്കുന്നത് പൂർണ്ണവിശുദ്ധിയോടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്ത് വിധേയപ്പെട്ട് ആത്മതനിച്ച് ദൈവസന്നിധി വിധേയപ്പെട്ട് വരാത്ത ഒരുത്തന്റെയും ആരാധനയിൽ കൊടുക്കുന്ന നന്മയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. കർത്താവിന് സ്തോത്രം ചെയ്താട്ട് യേശുവിനധികം യാഗത്തിന് പകരമുണ്ട്. പഴയ നിയമത്തിൽ യാഗമാ, ആട്ടുകൊറ്റന, കോലാട്ടുകൊറ്റന. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? 1 ശമൂവേൽ 15:22 വാക്യം. 1 ശമൂവേൽ 15:22 പെട്ടെന്ന് വായിക്കാം. ശമൂവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഇന്ന് പറഞ്ഞാൽ പറയാ, പഴയ നിയമ ഭക്തന്മാർ ആട്ടുകൊറ്റനെ അർപ്പണ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തോന്നുമ്പോ പുതിയ നിയമത്തിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ ദൈവം പ്രസാദിക്കുന്നത് കോഴിയോ കാളയോ പടവലങ്ങിയോ ചേനയോ കാച്ചിലോ ഏതെങ്കിലും ഭൗമിക വസ്തുതയല്ല ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്നത് ഒന്ന് നമ്മുടെ ശരീരത്തെ വിശുദ്ധമാക്കി കൊടുത്ത്, 2 താഴ്മ ധരിച്ചു പരിജ്ഞാനത്തിൽ നിന്നുകൊണ്ട്, 3 അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഒറ്റ ഫലം പറയുന്നു, അനുസരണമാണ് യാഗത്തെക്കാൾ വലുത്. അനുസരണത്തിൽ നിൽക്കുക, അനുസരിക്കുന്നത് യാഗത്തേക്കാൾ ശ്രദ്ധിക്കുന്നത്
അതിന്റെ അപ്പുറത്തൊരു യാതൊരുമില്ല. അതുകൊണ്ട് റോമാലേഖനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ സഹോദരന്മാരെ, എന്റെ സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നത്, ദൈവത്തിന്റെ മനസ്സനുഭവം ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവനെ അല്ലെങ്കിൽ ജീവിതത്തെ, നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി ഇന്ന് പകൽ ദൈവത്തിന് ഇഷ്ടം എന്താ കുഞ്ഞെ? ദൈവത്തിന് ഇഷ്ടം എന്റെ ശരീരത്തെ യാഗമാക്കുക, അനുസരിക്കുക, താഴ്മധരിക്കുക, പരിജ്ഞാനത്തിൽ നിൽക്കുക. ഇന്ന് പകൽ എത്ര പേരെ തിരിച്ചറിയുന്നുണ്ട്? അവൻ കരമയോർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ. ഇനി 40-ാം സങ്കീർത്തനം വാക്ക് നിർത്താൻ പോവുക. ശ്രദ്ധിച്ച് 40-ാം സങ്കീർത്തനം. 40-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ അങ്ങനെ ഹോമയാകോ അനനയാകോ ഇച്ഛിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാതലായ ഒരു ദൂതിലേക്ക് കിടക്കുക. ശ്രദ്ധിച്ച്, നീ ചെവികളെ ദൈവം പറഞ്ഞു അനനയാകോ ഇച്ഛിക്കുന്നില്ല, ഹോമയാകോ ഇച്ഛിക്കുന്നില്ല. അതിന്റെ ഒരു പരിഭാഷയാണ് ഞാൻ ഇത്രയും നേരം വെളിപ്പെടുത്തിയത്. അത് എന്താണ് ഇച്ഛിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നു. പക്ഷെ അടുത്ത പദം പറയുന്നു, നീ എന്റെ ചെവികളെ എന്തിരിക്കുന്നു? തുളച്ചിരിക്കുന്നു. തുളച്ചിരിക്കുന്നു. എന്തിനാണ് ദൈവത്തിന് നമ്മുടെ ചെവി തുളയ്ക്കെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അലങ്കാരി ഭാഷ കൊടുക്കുക, ദൈവശബ്ദം കേൾപ്പാൻ എന്റെ കാതുകളെ കുറിപ്പിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ഒരു സംഭവത്തോട് ബന്ധപ്പെട്ടാണ് ഈ പദം കിടക്കുന്നത്. ഇവിടെ എല്ലാവരും ഉണ്ടോ? കരമൂർത്തി കർത്താവിനെ സ്വന്തം ചെയ്താൽ ഇപ്പൊ നിർത്താൻ പോവുക. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യം വായിക്കുമ്പോൾ ചെവി തുളയ്ക്കുന്നതിന്റെ പിന്നിൽ അടയാളം എന്തെന്ന് രേഖപ്പെടുത്തി. യഹോവയുടെ മുൻപാകെ നീ വെക്കേണ്ട ന്യായമാണിത്. മോശയോട് ദൈവം പറയുക. അടുത്തത്, ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ, എല്ലാം ശ്രദ്ധിച്ച്, ഒരു എബ്രായ ബാലനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട്, ഒരു അന്നത്തെ കാലത്ത് അടിമ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയെ എക്സാമ്പിൾ, ഞാൻ ഇവരെ പറഞ്ഞ ഇവർ എന്റെ അടിമയെന്ന് ചിന്തിക്കട്ടെ. ഇവരെ ഞാൻ വിലയ്ക്ക് വാങ്ങി, ഇവരെന്നെ സേവിച്ചു. സ്തോത്രം. അവന് 6 വർഷം മറ്റൊരു സ്വാതന്ത്ര്യമില്ല. അവന് ആഹാരം ഞാൻ കൊടുക്കും, പക്ഷെ അവന്റെ ഇഷ്ടം ഒന്നും ചെയ്യാൻ അവന് ഞാൻ ഒരു വിലയും കൊടുത്തിട്ടില്ല. 6 വർഷം എന്നെ സേവിച്ചു. അടുത്ത പദം, 7-ാം സംവത്സരത്തിൽ, 7-ാം സംവത്സരം അവൻ ഒന്നും കൊടുക്കാതെ. ശ്രദ്ധിച്ചേ, ഇസ്രായേലിന്റെ ഒരു നിയമമാണ്, 6 വർഷം നിന്നെ സേവിച്ചാൽ, യജമാനൊരു അടിമ സേവിച്ചാൽ 7-ാം വർഷം ആകുമ്പോൾ അവൻ എന്ത് കൊടുക്കണം? ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. അവനെ സ്വാതന്ത്ര്യനായി ഒന്നും കൊടുക്കാതെ, അവന് യാതൊന്നും കൊടുക്കാതെ അവൻ എന്ത് ചെയ്യണം? സ്വതന്ത്രനാക്കി വിട്ടയക്കണം. അടുത്ത പദം, ഏകനായി വന്ന് വന്നു എങ്കിൽ ഏകനായി പോകട്ടെ. ഭാര്യ ഉണ്ടായിരുന്നു എങ്കിൽ, അവന് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയും അവനോട് കൂടെ പോകട്ടെ. അവനെ വിളിച്ചപ്പോ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയും കൂടെ വിട്ടിട്ട് കൊടുക്കണം. അടുത്ത പദം, അവന്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും. ഇനി അല്ല, അവൻ വന്നിട്ട് അവന്റെ യജമാനൻ ഒരു ഭാര്യയെ അവന് കൊടുത്ത സമയം, അല്ലെങ്കിൽ വെറും കൈയോടെ വന്നു, ഒന്നുമില്ലാതെ വന്നു, ഒറ്റത്തടിയനായി വന്നെങ്കിൽ, ആ യജമാനൻ അവനൊരു ഭാര്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അടുത്ത പദം, അവൾ അവന് പുത്രന്മാരെയോ അവന് പുത്രന്മാരെ ശ്രമിച്ചെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭാര്യയും മക്കളും യജമാനന് ഇരിക്കണം. ഭാര്യ മക്കളും ഇവന്റെ കൂടെ വിട്ടുകൊടുക്കരുത്. അന്നത്തെ ഒരു നിയമമാണ്. അത് യജമാനന് കൊടുക്കണം. യജമാനന്റെ കീഴിൽ തന്നെ അവൻ ദാസ്യവേല ചെയ്യണം. ഈ അടിമ എന്ത് ചെയ്യണം? സ്വന്തനായി യജമാനൻ കൊടുത്തൊക്കെ എന്ത് ചെയ്യണം? തിരിച്ചെടുക്കണം. അന്നത്തെ ഒരു നിയമമാണ്. അടുത്ത പദം, അവൻ ഏകനായി പോകണം. എന്നാൽ ദാസൻ ഞാൻ എന്റെ യജമാനനെ, എന്നാൽ ഈ അടിമ പറയാ, ഞാൻ എന്റെ യജമാനനെയും എന്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാം, 6 ദിവസം വർഷം യജമാനെ ഞാൻ സേവിച്ചു. ഈ യജമാനെ എനിക്ക് നല്ലവനാണ്. ഈ യജമാനെ എനിക്ക് നല്ലവനാണ്. 6 വർഷം എനിക്ക് നല്ലവനാണെങ്കിൽ എന്റെ ജീവാന്ത്യം വരെ ഈ യജമാനനെ ഞാൻ വിശ്വസ്തനായിരിക്കും. ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ വിട്ടും യജമാനെ വിട്ടും ഞാൻ പോവുകയില്ല. സ്തോത്രം എന്നവൻ പറഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത്, യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കതകിന്റെയോ കട്ടിളക്കാലിന്റെയോ, ഞാൻ പറഞ്ഞുവിടാം, യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന്
ആലയത്തിന്റെ അകത്തടുത്തുള്ള കട്ടളമേലോ അവൻ കുറുമ്പടിയും അടുത്തോ അവന്റെ ചെവി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? സൂചി കൊണ്ട് അവന്റെ കാത് എന്ത് ചെയ്യണം? തുളയ്ക്കണം. എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവൻ നിത്യ അടിമയാണ്. ഒറ്റ പദം പറഞ്ഞാൽ ദൈവത്തിനായി എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിന്റെ സ്വന്തം രക്തം നൽകി വീണ്ടെടുത്തെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹനനയാഗമല്ല, എന്നെ നിങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. നിത്യ അടിമയായി ദൈവത്തെ സേവിപ്പാൻ അവൻ തലമുറയായി ദൈവത്തെ സേവിപ്പാൻ, തലമുറയായി ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തിന്റെ ഭാഗ പിൻപറ്റുവാൻ, ദൈവത്തെ അനുഗമനം ചെയ്യാൻ, ദൈവത്തിന്റെ അടിമയായി ദൈവത്തിന് വേണ്ടി ദൈവം കണ്ടിരിക്കുക. കരമേർത്തി കർത്താവിന് സ്വന്തം ചെയ്താണ് അത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് പറ, ഞാൻ എന്റെ ദൈവത്തിന് വിശുദ്ധമാണ്. ഞാൻ ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ എന്നെ സമർപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ഹീനം ചെയ്യാൻ എന്നെ സമർപ്പിക്കുന്നുണ്ട്. ഒരു ദൈവമായി ജീവിപ്പാൻ ഞാൻ ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് എത്ര പേർ ഇന്ന് പല തീരുമാനമെടുക്കുന്നുണ്ട്. എല്ലാ കണ്ണുകളും വിശ്വസിച്ചാട്ടെ, എല്ലാ കണ്ണുകളും വിശ്വസിച്ചാട്ടെ. ഹനനയാഗം നീച്ചിട്ടില്ല, ഹോമയാഗം നീച്ചിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്നത് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സ്. ദൈവമേ, ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടും. എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? അത് ഞാനത് വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവം പിതാവാം ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ പുത്രൻ തമ്പുരാൻ ഭൂമി വന്നപ്പോ പുത്രൻ തമ്പുരാൻ പറയുന്നു, നിന്റെ വേല ചെയ്യുന്നതാണ് എന്റെ ആഹാരം. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതത്രേ ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതത്രേ എന്റെ വേല. ഇന്ന് പകൽ ദൈവ ഇഷ്ടം ചെയ്ത് വായ്ത്തത്തം പ്രാപിപ്പാൻ സഹിഷ്ണുതയുടെ വരവേറ്റെടുക്കുക. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു നിമിഷം ദൈവത്തിന് എഴുന്നേറ്റ് കേൾക്കാം. എല്ലാ ദൈവമൊക്കെ എഴുന്നേറ്റ് കേൾക്കാം. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന് അടിമയാണ്. ഞാൻ ദൈവത്തിന് അടിമയാണ്. എനിക്ക് എത്ര നാൾ ദൈവം ആയുഷ് തരുന്നു, എത്ര നാൾ എന്റെ ദൈവം എനിക്ക് ആരോഗ്യം തരുന്നു. എന്റെ കർത്താവിന് നിത്യം ഒരു അടിമയായി ഞാൻ മാത്രമല്ല, അടിമ പറഞ്ഞ കേട്ടില്ലേ, എന്റെ ഭാര്യ യജമാനെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളും എനിക്കുള്ളതൊക്കെ യജമാനായി. മകൾ നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ടിട്ടടിയെങ്കിൽ പോകാനോ? ഇന്ന് മകൾ നിത്യജീവൻ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ടിട്ടടിയെങ്കിലുള്ള എത്ര പറയാൻ കഴിയും? പത്രോസിനോടും ശിഷ്യന്മാരോടും പറയും, നിങ്ങൾക്ക് പോകാം. പുരുഷാരം പോയതുപോലെ നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് പോകാം. ഉടനെ പത്രോസ് പറയുന്നു, ഞങ്ങൾ ആഹാരം തിന്നത് കൊണ്ടല്ല യേശുവേ അനുഗമിക്കുന്നു. ഇവിടുത്തെ ഏതെങ്കിലും നന്മ കൊണ്ടല്ല അങ്ങേ അനുഗമിക്കും. ഈ നന്മ കിട്ടാതിരുന്ന സമയത്തും മരുഭൂമി തിരമാലയുടെ നടുകിലും മരുഭൂമിക്കകത്തും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങളുണ്ട്. ഞങ്ങൾക്ക് അതറിയാം. നശിച്ചു പോകുന്ന ഈ ആഹാരത്തിനായിട്ടല്ല ഞങ്ങൾ വന്നത്. പുരുഷാരം വന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടാണ്. അവർക്ക് ഇവിടെ കിട്ടിയ നാളെ അവിടെ കാണും. അവിടെ കൊടുത്ത മറ്റേവർ അവിടെ കാണും. അവിടെ കൊടുത്ത ഇവിടെ കാണും. പലതും കിട്ടിയും കൊണ്ട് പലതും വരുവാനുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ഇവിടെ ആരും നിനക്കൊന്നും തന്നില്ലെങ്കിലും, ആരും നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതാനില്ലെങ്കിലും, ഒരു സംഘടന ഒന്നും ചെയ്തില്ലെങ്കിലും, ആരും നിനക്കൊന്നും പ്രതികാരം ചെയ്തില്ലെങ്കിലും, ഇന്ന് പകൽ പത്രോസിനെ പോലെ പറ, കർത്താവേ, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല ഞാൻ പിന്തുടരുന്നത്. നിത്യ ജീവൻ നിന്റെ പക്കലുണ്ട്. നിന്റെ വീട്ടിൽ പണിയങ്ങൾ എവിടെ ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഭേദ്യമായി ബന്ധമുണ്ട്, അങ്ങനെ സാഹിത്യമായി ബന്ധമുണ്ട്. അത് ഞങ്ങളുടെ ശരീരങ്ങളെ ദൈവസന്നിധിയാകെ അർപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് വേണ്ടി വിശുദ്ധ ജീവിതം കഴിയുമ്പോൾ ഇന്ന് പകർന്ന് സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? കരങ്ങളടിച്ചു ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം ഗ്രഹിക്കുമ്പോൾ സ്വന്തരാജ്യ വഴിപാട് ദൈവത്തിനെ ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. അവരെല്ലാവരും കരങ്ങളടിച്ച് പാടി ദൈവത്തിന് മഹത്വം ഗ്രഹിക്കുക. ഹല്ലേലൂയ. Yes, I'm not
നമ്മെ തന്നെ ഗുണമായി സമർപ്പിക്കുക. ദൈവ സാന്നിധ്യം പണിയായിട്ട് അവന്റെ ഒരു പ്രാർത്ഥനയായിരിക്കും. ചുരുക്കം വാക്കിൽ ശ്രമിച്ചാൽ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിക്കാതിരിക്കുകയായിരിക്കും. വിലപ്പെട്ട സമയത്തിനായി അഴിഞ്ഞവിട്ടത്തിന്റെ ഒന്നാനുഗതമായ മഹത്കാലം അവയെ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഇരുചലിലെ കടന്നു വന്ന അവരോട് നമ്മുടെ കാര്യം കർത്താവേ ജനത്തെ അനുഗ്രഹിക്കണമേ, സഹായമേ, സൗഖ്യത്തോടെ ക്ഷേമത്തോടെ